ഗവൺമെന്റ് ഉന്നയിക്കപ്പെട്ടാൽ ആ തർക്കം തീരുന്നവരെ ആ പ്രോപ്പർട്ടി വഖഫ് പ്രോപ്പർട്ടി അല്ലാതായി തീരുമെന്ന പുതിയ വകുപ്പിലെ സെക്ഷൻ 3 പരിപൂർണമായും ഇന്ന് സ്റ്റേ ചെയ്തിരിക്കുകയാണ്. തർക്ക വസ്തുക്കൾ വഖഫ് സ്വത്തുക്കളായിട്ട് തന്നെ തുടരും. അതിൽ സർക്കാരിന്റെ ഇടപെടലുകളോ സർക്കാർ ഏറ്റെടുക്കലോ നടക്കില്ല. ഇത്തരത്തിലുള്ള വകുപ്പുകൾ, അതുപോലെ അമുസ്ലിങ്ങളുടെ വകുപ്പ്, സെക്ഷൻ 3 വകുപ്പ്, അതുപോലെ ബോർഡിലെയും കൌൺസിലിലെയും നിയമനങ്ങളിൽ ഈ തരത്തിൽ വന്നിട്ടുള്ള ഇന്നത്തെ വിധി പരിപൂർണമായി നമുക്ക് പ്രതീക്ഷാജനകമാണ്. നമ്മൾ ഒരു പരിധിവരെ ഈ വഖഫ് ഭേദഗതി നിയമത്തിനെതിരെ നമുക്കുണ്ടായിരുന്ന ആശങ്കകൾ ദൂരീകരിക്കപ്പെട്ടിരിക്കുകയാണ്. വിവാദ വകുപ്പുകളിൽ പ്രധാനമായും ഉണ്ടായിരുന്നത് നമ്മളെ ഏറ്റവും കൂടുതൽ നമ്മൾ ആശങ്കപ്പെടുത്തിയ വകുപ്പ് എന്ന് പറയുന്നത് ഈ സെക്ഷൻ 3C ആയിരുന്നു. ഒരു തർക്കം ഉന്നയിക്കപ്പെട്ടാൽ ഉടനെ തന്നെ ഗവൺമെന്റ് അതോറിറ്റി ഇൻവെസ്റ്റിഗേഷൻ സ്റ്റാർട്ട് ചെയ്താൽ ഉടനെ തന്നെ അത് വഖഫ് പ്രോപ്പർട്ടി അല്ലാതായി തീരും എന്നുള്ള ഒരു വകുപ്പായിരുന്നു. അത് ഇന്ത്യയിലെ മുഴുവൻ ഒട്ടനവധി വഖഫുകളുടെ നിലനിൽപ്പിനെ ഗുരുതരമായി ബാധിക്കുന്ന ഒരു വകുപ്പായിരുന്നു. ആ വകുപ്പ് പരിപൂർണമായും സ്റ്റേ ചെയ്തിരിക്കുന്നു. അത് നമുക്ക് വലിയ പ്രതീക്ഷയാണ് നൽകുന്നത്. കോടതിയിലെ നിരാശയുണ്ടോ? അതെ വളരെ പിന്നെ വഖഫ് അല്ലാതായി തീരും. മുഴുവൻ ആയിരക്കണക്കിന് വഖഫ് സ്വത്തുക്കൾ ഡൽഹിയിലെ ജമാ മസ്ജിദ് ഉൾപ്പെടെ പൗരാണികമായ വഖഫ് സ്വത്തുക്കൾ പരിപൂർണമായും ഏറ്റെടുക്കാനുള്ള ഗവൺമെന്റിന്റെ കുടില തന്ത്രത്തിനേറ്റ തിരിച്ചടിയാണ് ഈ വിധി. പരിപൂർണമായും സുപ്രീം കോടതി രാജ്യത്തെ ന്യൂനപക്ഷങ്ങൾക്കും ഭരണഘടനാ മൂല്യങ്ങൾ ആഗ്രഹിക്കുന്ന, അതിന്റെ സംരക്ഷണം ആഗ്രഹിക്കുന്ന മുഴുവൻ മതേതര വിശ്വാസികൾക്കും പ്രതീക്ഷാജനകമായ ഒരു വിധിയാണ് ഉണ്ടായിരിക്കുന്നത്. അമുസ്ലിങ്ങളെ ബോർഡിൽ ഉൾപ്പെടുത്തുന്നത് സർക്കാർ പറഞ്ഞത് മിനിമം 2 എന്നായിരുന്നു, മാക്സിമം ഉണ്ടായിരുന്നില്ല. എന്ന് വെച്ചാൽ മിനിമം 2 അംഗങ്ങളെങ്കിലും ബോർഡിലും കൌൺസിലും അമുസ്ലിങ്ങൾ വേണമെന്നും എത്ര വേണമെങ്കിലും സർക്കാരിന് അമുസ്ലിങ്ങളെ കുത്തിനിറയ്ക്കാമായിരുന്നു. ആ അവസ്ഥ മാറി മുസ്ലിം വിശ്വാസികളെ ഭൂരിപക്ഷമാക്കണമെന്നും കൂടിപ്പോയാൽ 3-ൽ കൂടരുത്. വഖഫ് ബോർഡുകളിൽ, സംസ്ഥാന വഖഫ് ബോർഡുകളിൽ ഏറ്റവും കൂടുതൽ 3-ൽ കൂടുതൽ മെമ്പർമാരെ അമുസ്ലിങ്ങളിൽ ഉൾപ്പെടുത്തരുത് എന്നാണ് ഇന്ന് കോടതി നിർദ്ദേശിച്ചിട്ടുള്ളത്. അത് ഒഴിവാക്കുകയാണ്. ബോർഡുകളിൽ അമുസ്ലിങ്ങളെ കുറിച്ച് അതിന്റെ മതപരമായ സ്വഭാവത്തെ ഇല്ലാതാക്കുന്ന ഒരു വ്യവസ്ഥയായിരുന്നു പാർലമെന്റ് പാസാക്കിയ നിയമത്തിലുണ്ടായിരുന്നത്. അത് സുപ്രീം കോടതി നിരാകരിച്ചിരിക്കുകയാണ്. കളക്ടർ അധികാരം ഇതാണ്, ഒരു സെക്ഷൻ 3C വകുപ്പാണത്. സെക്ഷൻ 3C പ്രകാരം കളക്ടറോ അല്ലെങ്കിൽ ഗവൺമെന്റ് അതോറിറ്റി, ഗവൺമെന്റ് ചുമതലപ്പെടുത്തുന്ന ഒരു ഡെസിഗ്നേറ്റഡ് ഓഫീസറോ ഇൻവെസ്റ്റിഗേഷൻ സ്റ്റാർട്ട് ചെയ്താൽ ഉടനെ തന്നെ വഖഫ് പ്രോപ്പർട്ടി അല്ലാതായി മാറുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ആരെങ്കിലും ഒരാൾ തർക്കം ഉന്നയിച്ചാൽ ആ നിമിഷം മുതൽ അത് വഖഫ് അല്ലാതായി മാറും. പക്ഷെ ഇപ്പോൾ അത് സ്റ്റേ ചെയ്തിരിക്കുന്നു. അതുകൊണ്ട് നിലവിലുള്ള വഖഫ് സ്വത്തുക്കൾക്ക് സ്റ്റാറ്റസ് കോ ലഭിച്ചിരിക്കുന്നു. ഇതിന്റെ ഈ നിയമത്തിന്റെ മൊത്തത്തിലുള്ള ഭരണഘടനാ സാധുതയെക്കുറിച്ചുള്ള വാദങ്ങൾ പിന്നെ ഇനി കേൾക്കും. ചിലപ്പോൾ അത് ഭരണഘടനാ ബെഞ്ചിലേക്ക് റെഫർ ചെയ്യപ്പെട്ടേക്കാം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.